ജോർജ് ഡാൻസിങ് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഗണിതശാസ്ത്ര പണ്ഡിതനാണ് അദ്ദേഹം. ബുദ്ധിരാക്ഷസനായ ആൽബർട്ട് ഐൻസ്റ്റീനു പോലും ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കാതിരുന്ന ഒരു ഗണിത പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്തിയ ബുദ്ധിശാലിയാണ് ഡാൻസിങ്. ഡാൻസിങ് അമേരിക്കയിലെ ബാർക്ലിയിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ പഠിക്കുന്ന കാലം. രണ്ടാം ലോകമഹായുദ്ധത്തിന് തൊട്ടുമുമ്പുള്ള അക്കാലത്ത് അമേരിക്കയിൽ പൊതുവെ ദാരിദ്ര്യമായിരുന്നു. രാജ്യത്തെ സാമ്പത്തിക തകർച്ച മൂലം നല്ലൊരു ജോലി കിട്ടുക എന്നുള്ളത് ഉന്നത ബിരുദധാരികൾക്ക് പോലും അക്കാലത്ത് ക്ലേശകരമായിരുന്നു. ഡാൻസിങ് ഫൈനൽ പരീക്ഷയ്ക്ക് ഒരുങ്ങിയത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന ജോലിയിൽ കണ്ണുവച്ചുകൊണ്ടായിരുന്നു. കണക്കു പരീക്ഷയിൽ ഒന്നാമനാകാൻ സാധിച്ചാൽ തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ജോലി കിട്ടും എന്ന വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി പരീക്ഷയ്ക്ക് ഒരുങ്ങി. പക്ഷേ പഠനത്തിൽ മുഴുകിപ്പോയതുകൊണ്ട് സമയം കുറെ വൈകിയാണ് അദ്ദേഹം പരീക്ഷാ ഹാളിലെത്തിയത്. അവിടെ എത്തിയപ്പോൾ 8 ചോദ്യങ്ങളുള്ള ചോദ്യക്കടലാസ് കണക്ക് പ്രൊഫസർ ഡാൻസിങ്ങിന് നൽകി. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോൾ 2 ചോദ്യങ്ങൾ ബ്ലാക്ക് ബോർഡിൽ കിടന്നിരുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. ചോദ്യക്കടലാസിലില്ലാത്ത ചോദ്യങ്ങൾ കൂടി പരീക്ഷയ്ക്ക് ഉൾപ്പെടുത്തുന്ന രീതിയായിരുന്നു കണക്ക് പ്രൊഫസറുടേത്. അതുകൊണ്ട് ആ ചോദ്യങ്ങളും പരീക്ഷയുടെ ഭാഗമാണെന്ന് ഡാൻസിങ് കരുതി. പരീക്ഷയ്ക്ക് അനുവദിച്ചിരുന്ന സമയം കൊണ്ട് ചോദ്യക്കടലാസിലെ 8 ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം എഴുതി. പക്ഷേ ബോർഡിൽ കിടന്നിരുന്ന ചോദ്യങ്ങൾ കടുകട്ടിയായിരുന്നു. എത്ര ആലോചിച്ചിട്ടും അവയ്ക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ ഡാൻസിങ്ങിന് കഴിഞ്ഞില്ല. ഉത്തരക്കടലാസ് കണക്ക് പ്രൊഫസറെ ഏൽപ്പിച്ചുകൊണ്ട് ഡാൻസിങ് ചോദിച്ചു, ബോർഡിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ എനിക്ക് സാധിച്ചില്ല. അവയ്ക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ കുറച്ച് സമയം കൂടി എനിക്ക് തരുമോ? പ്രൊഫസർ സന്തോഷപൂർവ്വം 4 ദിവസം ഡാൻസിങ്ങിന് അനുവദിച്ചു കൊടുത്തു. പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ബോർഡിൽ കിടന്നിരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുന്നതിനെക്കുറിച്ചായിരുന്നു ഡാൻസിങ്ങിൻ്റെ പ്രധാന ചിന്ത. തന്നേക്കാൾ ബുദ്ധിശാലികളായ വിദ്യാർത്ഥികൾ ക്ലാസ്സിലുള്ളതുകൊണ്ട് അവർ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുമെന്ന് ഡാൻസിങ്ങിന് തീർച്ചയായിരുന്നു. അതുകൊണ്ട് ഡാൻസിങ് തനിക്ക് സാധിക്കുന്ന രീതിയിലെല്ലാം ആ ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നോക്കി. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവയ്ക്ക് ഉത്തരം കണ്ടെത്താൻ 3-ാം ദിവസത്തിൻ്റെ അവസാനവും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നാൽ തനിക്ക് അനുവദിച്ചിരുന്ന സമയം തീരുന്നതിന് അല്പം മുമ്പായി 2 ചോദ്യത്തിനും ഉത്തരം കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷേ താൻ കണ്ടുപിടിച്ച ഉത്തരം ശരിയാണോ എന്ന് അദ്ദേഹത്തിന് തീർച്ചയില്ലായിരുന്നു. തന്മൂലം ആശങ്കയോടെയാണ് ഡാൻസിങ് തൻ്റെ ഉത്തരക്കടലാസുമായി മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചെന്നത്. എന്നാൽ പ്രൊഫസർ സ്ഥലത്തില്ലാതിരുന്നതുകൊണ്ട് ഉത്തരക്കടലാസ് പ്രൊഫസറുടെ മേശപ്പുറത്ത് വെച്ചിട്ട് ഡാൻസിങ് അതിവേഗം സ്ഥലം വിട്ടു. പിറ്റേ ദിവസം നേരം ശരിക്കു വെളുക്കുന്നതിന് മുമ്പ് പ്രൊഫസർ തൻ്റെ വിദ്യാർത്ഥിയായ ഡാൻസിങ്ങിനെ തേടിയെത്തി. ജോർജ്, നിങ്ങൾ മാത്തമാറ്റിക്സിൽ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു. ഡാൻസിങ്ങിനെ കണ്ടപാടെ പ്രൊഫസർ പറഞ്ഞു. താൻ കേൾക്കുന്ന കഥ എന്താണെന്നറിയാതെ ഡാൻസിങ് കണ്ണുമിഴിച്ചു നിൽക്കുമ്പോൾ പ്രൊഫസർ തുടർന്നു. പരീക്ഷയുടെ ദിവസം താമസിച്ചായിരുന്നില്ലേ ജോർജ് പരീക്ഷാ ഹാളിലെത്തിയത്? ഞാൻ അന്ന് ബോർഡിൽ എഴുതിയിട്ടിരുന്ന ചോദ്യങ്ങൾ പരീക്ഷയുടെ ഭാഗമല്ലായിരുന്നു. അക്കാര്യം ഞാൻ വിദ്യാർത്ഥികളോട് പറയുകയും ചെയ്തിരുന്നു. ഐൻസ്റ്റീന് പോലും ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കാതിരുന്ന ചോദ്യങ്ങളാണ് അവയെന്നും സമയം കിട്ടുമ്പോൾ തമാശയ്ക്ക് വേണ്ടി അവയുമായി മല്ലിടുന്നത് നന്നായിരിക്കുമെന്നും ഞാൻ അവരോട് പറഞ്ഞതിന് ശേഷമായിരുന്നു പരീക്ഷ തുടങ്ങിയത്. എന്നാൽ ജോർജ്, നിങ്ങൾ ആ 2 ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടുപിടിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇക്കാര്യം പറയാൻ വേണ്ടി മാത്രമല്ല. അടുത്ത ആഴ്ച മുതൽ നിങ്ങൾ എൻ്റെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരിക്കും. ആ വാർത്ത കൂടി അറിയിക്കുവാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അഭിനന്ദനങ്ങൾ. എന്നാൽ ഐൻസ്റ്റീന് പോലും ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കാതിരുന്ന ചോദ്യങ്ങളാണ് അന്ന് ബോർഡിൽ കിടന്നിരുന്നതെന്ന് ഡാൻസിങ് അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കാണാൻ ശ്രമിക്കുമായിരുന്നോ? ഇല്ല എന്ന് ഡാൻസിങ് തന്നെ പറയുന്നു. ഉത്തരം കണ്ടെത്താൻ അസാധ്യമായ ചോദ്യങ്ങളായി അദ്ദേഹം അവയെ തള്ളിക്കളയുമായിരുന്നു.